ഒരു വീട് വെക്കുന്ന സമയത്ത് ഇപ്പോൾ ക്ലയൻസിന് വളരെ നന്നായിട്ട് വീടിനെ പറ്റി അറിയാം. ഏത് സ്റ്റൈൽ വേണം, ബൊഹീവിയൻ വേണോ അല്ലെങ്കിൽ കണ്ടംപററി വേണോ, മോഡേൺ വേണോ, എല്ലാം അറിയാം, കാര്യങ്ങൾ അറിയാം. പക്ഷേ ഡിസൈൻ സ്റ്റേജിൽ ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്ത് പ്രോപ്പറായിട്ട് പേ ചെയ്ത് സാധനങ്ങളെല്ലാം അതിൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളും എല്ലാം എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് എക്സിക്യൂഷൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ നോക്കി ഏതെങ്കിലും ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ നല്ലൊരു സെറ്റ് ഓഫ് വർക്കേഴ്സിന് ഈ വർക്ക് അസൈൻ ചെയ്യും. അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരുണ്ടാക്കിയെടുത്ത പൈസ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട ഒരു ആർക്കിടെക്റ്റുമായിട്ട് കുറേയധികം ഡിസ്കഷൻസ് ഇരുന്ന് ഇത് മുഴുവൻ ചെയ്തെടുത്ത ആ ഒരു ഡിസൈനിന്റെ ചിലപ്പോൾ ഒരു 60, 70, 80% ഒക്കെ ആയിരിക്കും സൈറ്റിലേക്ക് വരുമ്പോൾ ഈ പ്രൊഡക്റ്റ് ആവുന്നത്. ഒരു 20-30% അതിന്റെ ഡിസൈനിൽ പോകും, പിന്നെ ക്വാളിറ്റിയിൽ പോകും. കാര്യം എന്ന് വെച്ചാൽ ഇവരിങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവര് അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ സിനാരിയോ ആയിരിക്കും ചിലപ്പോൾ അത്. ഈ ഡിസൈനിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വളരെയധികം വലിയ സ്ട്രക്ചറൽ ഡീറ്റെയിൽ ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ച് എക്വിപ്ഡ് ആയിട്ട് അവർ ഈ സാധനം ചെയ്തു പോയില്ലെങ്കിൽ കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റി ഇഷ്യൂസും ഉണ്ടാവും. ഈ ഡിസൈനും ചിലപ്പോൾ നമുക്ക് 100% ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. അപ്പം ഒരു ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് ക്ലയന്റ് നോക്കുമ്പോൾ ലാസ്റ്റ് ഔട്ട് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഫിനിഷിംഗ് അല്ല ഒരു പെർഫെക്ഷൻ 100% എത്തണമെന്നില്ല. അത് എപ്പോഴും ഉണ്ടാകുന്ന ഈ ഒരു എക്സിക്യൂഷൻ സൈഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും എത്താറ്.